ഹായ് ഓൾ, ഇറ്റ്സ് മീ ജുക്കാഡ്. അപ്പോൾ ഇത് നമ്മൾ വയനാട് മേപ്പാടിയിലുള്ള ജംഗിൾ ബീച്ച് റിസോർട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ റിസോർട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെ കാടിൻ്റെ ഉള്ളിലുള്ള റിസോർട്ട്, ആ ഒരു വൈബാണ് കേട്ടോ നമുക്കിതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കിട്ടുന്നത്. പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന രീതിയിലാണ് ഈ ഒരു റിസോർട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ടോട്ടൽ 7 കോട്ടേജസ് ആണ് കേട്ടോ ഉള്ളത്. ഈ 7 കോട്ടേജസും ഡിഫറെൻറ്റ് ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയൊരു പ്ലേ ഏരിയയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിസോർട്ട് മെയിൻലി കപ്പിൾസിനെയാണ് കേട്ടോ ഫോക്കസ് ചെയ്യുന്നത്. ഫാമിലീസിനെയും അക്കോമഡേറ്റ് ചെയ്യാണ്ടൊന്നുമില്ല, ബട്ട് മെയിൻ പ്രിഫറൻസ് കപ്പിൾസിനാണ് ഇവർ കൊടുക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ള കോട്ടേജ് ആണ് ഈ കാണുന്ന കോട്ടേജ്. അപ്പം ഇത് ഒരു ക്യാപ്സ്യൂൾ ഷേപ്പിലാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ പോയ ടൈം അവിടെ എന്തോ മെയിൻ്റനൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ കോട്ടേജസിൻ്റെ ഉള്ളിലും കോമൺ ആയിട്ട് വരുന്നത് ഒരു ബെഡ്റൂമും ഒരു പുറത്തൊരു ഔട്ട്സൈഡ് ബാൽക്കണിയും പിന്നെ ഡൈനിങ് സ്പേസും ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് കോട്ടേജ്. ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു കോട്ടേജ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഇതിന് റൊമാൻറ്റിക് വില്ല എന്ന് കൂടി പറയുന്നുണ്ട്. ഈ ഒരു കോട്ടേജിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുറത്തൊരു ഔട്ട്സൈഡ് ബാൽക്കണി ഉണ്ട്, പിന്നെ അവിടെ തന്നെ ഒരു ഡൈനിങ് സ്പേസും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ തേർഡ് കോട്ടേജ് കേട്ടോ. ഇതൊരു ബോക്സ് ഷേപ്പ്, അതും ഒരു ട്രീ ഹൗസ് ഷേപ്പിലൊക്കെയാണ് ഈ ഒരു കോട്ടേജ് വന്നിട്ടുള്ളത്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ കോട്ടേജാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് കോട്ടേജ് വന്നിട്ടുള്ളത് ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കോട്ടേജാണ് കേട്ടോ. ഒരു നോർമൽ ഒരു വീടിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു കോട്ടേജ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പുറത്ത് നിന്ന് കാണുന്നത് പോലെയല്ല, ഉള്ളു അത്യാവശ്യം അടിപൊളി ലക്ഷറിയസ് ലുക്കിലാണ് കേട്ടോ ഉള്ളത്. നെക്സ്റ്റ് 5 and 6 കോട്ടേജാണ് ഈ നമ്മൾ കാണുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു വലിയൊരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് ഉണ്ടാവുമല്ലോ, കപ്പിൾസൊക്കെ, അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു ടൈപ്പ് കോട്ടേജാണ് കേട്ടോ ഇത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമുമാണ് ഈ ഒരു കോട്ടേജിൽ വരുന്നത്. അത്യാവശ്യം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു റോപ്പ് ബ്രിഡ്ജും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റിസോർട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഇതൊരു ചെരിഞ്ഞൊരു സ്ലാൻഡിങ് പോലെയാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. സോ ഈ ഒരു സ്ലാൻഡിങ് ചെന്നെത്തുന്നത് ഒരു അരുവിയിലേക്കാണ്. നിങ്ങൾക്കിത് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം ആ ഒരു അരുവിയിലേക്ക് പോകാനുള്ള ഒരു പാത്തൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസും വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ റിസോർട്ടിലെ ഫൈനൽ കോട്ടേജിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ റിസോർട്ടിലെ തന്നെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള കോട്ടേജാണ് ഈ ഫൈനൽ വൺ. മറ്റു കോട്ടേജസുകളെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ ഒരു കോട്ടേജ് കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. ഈ കോട്ടേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടേജിൽ നമുക്കൊരു പ്രൈവറ്റ് പൂൾ കൂടെ വരുന്നുണ്ട്. ഈ ഒരു കോട്ടേജിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ ഹോൾ കൂടെ വരുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള കോട്ടേജസിൽ നമുക്ക് ബെഡ്റൂം വിത്ത് ബാൽക്കണി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ബെഡ്റൂം പ്ലസ് ഹോളും കൂടെയാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ കൂടി കാണാം. ഇത് ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ ഫുൾ നമുക്ക് കവർ ചെയ്യാനുള്ള കർട്ടനൊക്കെ ഉണ്ട്. അപ്പം നേരെ കയറുമ്പോൾ തന്നെ നമ്മളിവിടെ ഹോളാണ് കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഹോളാണ്. ഇവിടെ വലിയൊരു TV ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു കോട്ടേജിൻ്റെ ഇൻറ്റീരിയർ ഫുൾ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് കേട്ടോ. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ പുറത്ത് എത്ര വെയിലായിക്കോട്ടെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഒരു ഡാർക്ക് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹാളിൽ നിന്ന് ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റ് കോട്ടേജസിനെ അപേക്ഷിച്ച് ഇത് അത്യാവശ്യം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കോട്ടേജ് തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ ഏരിയ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നൈറ്റ് ക്യാമ്പ് ഫയർ ഉണ്ടാവാറുണ്ട് 9 മണിക്ക്. ഇതാണ് ഈ കോട്ടേജിലെ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ തന്നെ നമുക്ക് ഡ്രസ്സിങ് ടേബിളൊക്കെ ഉണ്ട്. സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. ഇതാണ് ബാത്റൂം. അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്ലാസ് പാർട്ടീഷനൊക്കെ വന്നിട്ടുണ്ട്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടാണ് പൂൾ വരുന്നത്.
ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈ കോട്ടേജിൻ്റെ വോളൊക്കെ ഫുൾ ഗ്ലാസ്സിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് പുറത്തെ വ്യൂ കാണണമെങ്കിൽ നമുക്ക് കർട്ടൻ ഓപ്പൺ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ പൂളിലേക്ക് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും നമുക്ക് അതുപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പം പൂളാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഇരിക്കാനൊക്കെ സ്പേസൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അരുവിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ 7 കോട്ടേജ് ഉണ്ടെങ്കിൽ പോലും എല്ലാ കോട്ടേജും അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രൈവസിക്ക് ഒരു പ്രശ്നവുമില്ല. ഇതാണ് ഇവിടുത്തെ ഗെയിമിംഗ് ഏരിയ. ഇവിടെ ടോട്ടൽ 3 ഗെയിംസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ടേബിൾ സോക്കർ ആൻഡ് ടേബിൾ ടെന്നീസ് ആൻഡ് ക്യാരംസ്. അതുപോലെ തന്നെ നമുക്ക് ഇരുന്ന് ബുക്ക് വായിക്കണമെങ്കിൽ അതിനുള്ള സ്പേസും കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റിസോർട്ടിൻ്റെ പുറത്താണെങ്കിൽ ഇതുപോലെ ബാഡ്മിൻ്റൺ കളിക്കാനുള്ള സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ചേർന്ന് തന്നെയാണ് ഇവരുടെ കഫറ്റേറിയയും വരുന്നത്. നമ്മൾ ഏത് കോട്ടേജ് ചൂസ് ചെയ്യുകയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതുപോലെ ഏതെങ്കിലും സമയം നമുക്ക് എക്സ്ട്രാ ഫുഡ് വേണമെങ്കിൽ അതും കൂടി നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ അവർ നമുക്ക് റെഡിയാക്കി തരും കേട്ടോ. ഇവിടുത്തെ ഫുഡ് ആൻഡ് സർവീസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, നൈറ്റ് ഡിന്നർ ആയിക്കോട്ടെ, എല്ലാം പക്ക പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.